ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് മുളപ്പിച്ച ചെറുപയറും മുട്ടയും കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരൻ തയ്യാറാക്കാം. നമുക്ക് ചെറുപയർ ഇതുപോലെ വീട്ടിൽ മുളപ്പിച്ചെടുക്കാം. നമുക്ക് ഇതുപോലെ ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായി കഴുകി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. നമുക്ക് പാൻ ചൂടാൻ ശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് അല്പം അരിയും ഉള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ അരിഞ്ഞു വെച്ച ഇല ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് അല്പം പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു 3 മിനിറ്റ് അടച്ചു വെച്ചതൊന്ന് വേവിച്ചെടുക്കണം. നന്നായി പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. നന്നായി ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 to 3 മിനിറ്റ്സ് എങ്കിലും മുട്ട നന്നായി വെന്ത് വരുന്നത് വരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. തോരൻ അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വറുത്ത് കോരി വെച്ച അരിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു.